എന്നെ വീണ്ടും നീ ഇത് എഴുതണം, ഇത് നീ അറ്റംപ്റ്റ് തീരുന്നത് വരെ എഴുതണം എന്ന് പറഞ്ഞത് ഉമ്മയാണ്. അപ്പം ഉമ്മനോട് പറഞ്ഞു അത് ഇനി എഴുതുന്നില്ല എന്ന് പറഞ്ഞാൽ ഇല്ല, ഇത് തീരുന്ന വരെ എഴുതണം എന്ന് എന്നെ കൊണ്ട് വീണ്ടും എഴുതിപ്പിച്ചതും ഞാൻ വീണ്ടും ഈ അറ്റംപ്റ്റ് എഴുതുന്നതൊക്കെ ഉമ്മ കാരണം കൊണ്ടായി. ബേസിക്കലി ഇതിനൊരു റോഡ് നോട്ട് ടേക്കണല്ല, റോഡ് ടേക്കണം. ഓൾറെഡി കുറേ ആളുകൾ പരീക്ഷിച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരു ടേക്കണായിട്ടുള്ള റോഡ് ഇവിടെ ഉണ്ട്. ആ റോഡിലൂടെ നമ്മൾ പോകാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ പറ്റി പലപ്പോഴുള്ള പരാതി എന്താ വെച്ചാൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഇവിടെയുള്ള ആരെയും ഒന്നും മൈൻഡ് ചെയ്യാറില്ല എന്നുള്ളൊരു പരാതി പലപ്പോഴും കേൾക്കാറുണ്ട്. ബേസിക്കലി ഇപ്പം ഞാൻ 2 പ്രാവശ്യം ഇവിടുത്തെ മെയിൻ സ്കില്ലറിനുണ്ടായിരുന്നു. ഐ തിങ്ക് 3 പ്രാവശ്യം 3 മെയിൻ സ്കില്ലറും ഞാനിവിടെ ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് മെയിൻ സ്കില്ലറും കുറച്ച് നേരം വൈകിട്ടാണ് വരുന്നത്. അപ്പോഴത്തേക്കും ഇവിടുത്തെ കുറേ പരിപാടികൾക്ക് എനിക്ക് ഫുള്ളി പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഒന്നും സൈഡാക്കാൻ പാടില്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണോ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ മെയിൻ സ്കില്ലറിൽ പ്രത്യേകിച്ച് ശരത് സാർ ആൻഡ് സാറിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് ഒരു ഫ്രെയിം വർക്ക് അപ്രോച്ച് ഉണ്ടായിരുന്നു. അത് എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യം. അത് എന്താ വെച്ചാൽ ഞാൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന പല സമയത്തും എൻ്റെ ആൻസർ ഒരു 1 ഡയമെൻഷൻ മാത്രമേ പോകാറുണ്ടായിരുന്നുള്ളൂ. അതിൽ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സുകൾ വരും, അതിൽ കൂടുതൽ ഞാൻ ഡൈവേഴ്സ് ചെയ്യുന്ന രൂപത്തിലാണ് വന്നത്. പക്ഷേ പല ഡയമെൻഷൻസും കുറച്ചും കൂടി ഡൈവേഴ്സ് പോയിന്റ് ഒന്നും കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനത് പ്രാക്ടീസ് ചെയ്തത് സാറിൻ്റെ അടുത്തും അതുപോലെ തന്നെ ശരത് സാറിൻ്റെ അടുത്തും ഇരുന്നിട്ടാണ് അത് പ്രാക്ടീസ് ചെയ്തത്. ഇന്ന് ലീഡ് ഐഎസിൻ്റെ സക്സസ് പോഡിയത്തിൽ എൻ്റെ കൂടെയുള്ളത് 507ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ള അബ്ദുൽ ഫസലാണ്. അബ്ദുൽ ഫസലിൻ്റെ 4ാമത്തെ അറ്റംപ്റ്റിലാണ് ഈ നേട്ടം അബ്ദുൽ ഫസൽ കരസ്ഥമാക്കുന്നത്. കഴിഞ്ഞ 2 തവണയും ഇൻ്റർവ്യൂവിൽ വരെ പോകാൻ പറ്റിയിരുന്നു, പക്ഷേ ഈ നേട്ടം കരസ്ഥമാക്കാൻ പറ്റിയില്ല. പക്ഷേ ഇത്തവണ മാർക്കുകളെല്ലാം ഇമ്പ്രൂവ് ചെയ്ത് സക്സസ്സിലേക്ക് എത്തി. ആൻഡ് ഓൾസോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലൂടെ മലപ്പുറം സ്വദേശിയാണ്. അതോടൊപ്പം തന്നെ ഹിസ്റ്ററി ഓപ്ഷനിൽ എടുത്തിട്ടാണ്. അതൊരു റയർ ആയിട്ടുള്ളൊരു കാര്യമാണ്, കാരണം ഹിസ്റ്ററി ഇപ്പം അത്രയധികം പോപ്പുലർ ഓപ്ഷനൊന്നുമല്ല. അപ്പം ഇതാണ് ബേസിക് ആയിട്ട് അബ്ദുൽ ഫസലിനെ കുറിച്ച് ഇൻട്രഡക്ഷൻ. ഹിസ്റ്ററി ഗ്രാജുവേറ്റും കൂടിയാണ്, ജാമിയ മില്ലയിൽ നിന്ന് BAയും അതോടൊപ്പം തന്നെ MAയും കഴിഞ്ഞിരുന്നു. അപ്പം അബ്ദുൽ ഫസൽ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ഫസൽ, എവിടെയാണ് ഈ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു ഡ്രീം, അല്ലെങ്കിൽ എപ്പോഴാണ് ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയത്? ബേസിക്കലി നമ്മൾ 10th ശേഷം നമ്മൾ പഠിപ്പിക്കുന്ന ഒരുപാട് സാറുമാരുണ്ടായിരുന്നു. അവരാണ് ഈ ഒരു ആഗ്രഹം ജനിപ്പിച്ചു തരുന്നത്. പക്ഷെ അതൊന്നും സീരിയസ് ആയിട്ടുള്ളൊരു ആഗ്രഹമൊന്നും ആയിരുന്നില്ല. അങ്ങനെ ഗ്രാജുവേഷൻ ഹിസ്റ്ററിയിൽ കഴിഞ്ഞു. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുന്ന സമയത്താണ് ജാമ്യയിലെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടുന്നത്. അവിടെ പഠിക്കുന്ന ഫ്രണ്ട്സ്, ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ അവർ വഴിയാണ് സിവിൽ സർവീസിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതൊക്കെ. അങ്ങനെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ നിന്നാണ് സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ മുഴുവൻ തുടങ്ങുന്നത്. അപ്പം +2 അപ്പോൾ ഹ്യൂമാനിറ്റീസ് ആയിരുന്നോ? യെസ് സർ, ഹ്യൂമാനിറ്റീസ് ആയിരുന്നു +2 ഉണ്ടായിരുന്നത്. കരിയർ ചോയ്സ് മുഴുവൻ ഹ്യൂമാനിറ്റീസ് ആണ്, അതായത് +2, ഡിഗ്രി, മാസ്റ്റേഴ്സ്. അപ്പം ഈ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജോ ഡിസഡ്വാൻറ്റേജോ സിവിൽ സർവീസ് എക്സാമിന് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സ് കുറച്ചും കൂടി വൈഡൻ ആവാൻ ഈ ഹ്യൂമാനിറ്റീസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ GS1, GS2, GS3 പേപ്പറൊക്കെ എടുക്കുകയാണെങ്കിൽ, GS4, ഈവൻ GS4 പേപ്പർ എടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഹ്യൂമാനിറ്റീസ് പഠിച്ചതിൻ്റെ ഒരു സ്ട്രെങ്ത്ത് നമുക്ക് കിട്ടും. പക്ഷേ എപ്പോഴും ഐ തിങ്ക് UPSC കുറച്ചും കൂടി ഒരു ഫെയർ ഗ്രൗണ്ട് എല്ലാവർക്കും കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിൽ സയൻസ് എടുത്താലും ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാലും ഉപകാരങ്ങളും ഉണ്ട്. സ്റ്റിൽ എല്ലാവർക്കും ഒരു ഫെയർ ഫീൽഡ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. എങ്കിൽ പോലും ഹ്യൂമാനിറ്റീസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. എസ്പെഷ്യലി നമ്മളെ റൈറ്റിംഗ് സ്റ്റൈലും കുറച്ചും കൂടി ഒരു ആർട്ടിസ്റ്റിക് സ്കില്ലൊക്കെ കിട്ടുന്നതിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ സിവിൽ സർവീസിൻ്റെ ഒരു 3 സ്റ്റേജിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ പ്രിപ്പറേഷൻ ജേർണിയിൽ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയ ഒരു സ്റ്റേജ് ഏതാ? നമ്മൾ ഇനീഷ്യലി നമുക്ക് പ്രിലിംസ് നമ്മൾ ക്വാളിഫൈ ചെയ്യാതിരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും പ്രിലിംസാണ് ഏറ്റവും ടഫസ്റ്റ് സ്റ്റേജ് എന്ന്. പക്ഷേ വൺസ് നമ്മളത് പ്രിലിംസ് ക്ലിയർ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ആ സ്കില്ല് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ വിശ്വസിക്കുന്നത് പ്രിലിംസ് നമുക്ക് കൂടി ഫാക്റ്റോ നോളജോ അല്ല, അതൊരു സ്കില്ലായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ആ സ്കില്ല് നമ്മൾ അക്വയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊരു ടഫസ്റ്റ് സ്റ്റേജായി തോന്നിയിട്ടുള്ള മെയിൻസാണ്. മെയിൻസിൽ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, ആൻസർ റൈറ്റിങ്ങും ആ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് എഴുതാനുള്ള ആ ഒരു സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്ത് അത്യാവശ്യമായിട്ട് ഇതാണ്. അതുപോലെ തന്നെ 9 പേപ്പറോളം നമ്മൾ എഴുതണം. ഒരു 7 പേപ്പർ സ്കോറിങ് നമ്മൾ അഡീഷൻ ചെയ്തിട്ടാണ് വന്നിട്ടാണ് നമ്മുടെ റാങ്കൊക്കെ ക്രൈറ്റീരിയ വരുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് മെയിൻസാണ് കുറച്ചും കൂടി
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് എന്ന് പറയും എക്സാം പേഴ്സ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ്. അത് ബേസിക്കലി നമ്മുടെ പേഴ്സണാലിറ്റിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ എത്രമാത്രം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നനുസരിച്ചാണ് അവിടെ സ്കോർ പലപ്പോഴും വീഴാറുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ പ്രിപ്പറേഷൻ ബേസ്ഡ് നോക്കുന്ന സമയത്ത് മെയിൻസ് ആണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജ് ഉണ്ട്. ലെക്ക് ഇമ്പോർട്ടൻ്റ് ആണോ? എത്രമാത്രമാണ് ഈ സ്റ്റേജുകളിലൊക്കെ? ഇപ്പം ഏതിൽ ഏറ്റവും കൂടുതൽ ലക്കിയസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലെക്ക് ഒരു ഫാക്ടറായിട്ട് പ്ലേ ഔട്ട് ചെയ്യുന്നത് പോലെ പ്രിലിംസ് മെയിൻസ് ഇൻ്റർവ്യൂവിൽ? പലരുടെ ഒപ്പീനിയൻസ് അനുസരിച്ച് പ്രിലിംസ് ഒരു ലെക്കാണെന്ന് പറയാറുണ്ട്. പക്ഷേ ഞാൻ പ്രിലിംസിനെ ലെക്കായിട്ട് കണക്കാക്കാറില്ല. നമ്മൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, ആ സ്കിൽ അക്വയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിലിംസ് ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിൻ ചെയ്യാൻ പറ്റും. പക്ഷെ ലെക്ക് ഒരു ഫാക്ടറായിട്ട് വരുന്നത് മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് ഇൻ്റർവ്യൂവിലാണ് ഒരു ലെക്ക് ഒരു ഫാക്ടറായിട്ട് വരും. കാരണം നമുക്ക് കംഫർട്ടായിട്ടുള്ള ഏരിയാസ് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത് നമുക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് പലപ്പോഴും ഇപ്പോൾ മൂന്ന് ഇൻ്റർവ്യൂവിൽ ഈ 3 ഇൻ്റർവ്യൂ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യമായിരുന്നു ഞാൻ പ്രിപ്പയർ ചെയ്ത, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ കണ്ടിട്ടുള്ള പല ക്വസ്റ്റ്യൻസും ചോദിക്കുന്ന സമയത്ത് നമ്മുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരിപ്പോഴും ഡൗൺ ദ ലൈനിലേക്ക് നമ്മൾ ഒരിക്കലും പോയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെ ഒരു ലെഗ് ഫാക്ടർ ഉണ്ട്. പക്ഷേ 95% നമ്മൾ ഹാർഡ് വർക്കാണ്. ഒരു 5% മാത്രമേ എന്തേ ഉള്ളൂ ഈ ലെഗ് ഫാക്ടർ വരുന്നുള്ളൂ. ഇപ്പോൾ 95% നമ്മൾ പുട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5% എന്തായാലും നമ്മൾ അനുകൂലമായിട്ട് വരുന്നതെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പ്രിലിംസിനെ കുറിച്ച് പറഞ്ഞു ഒരു കൂടുതൽ നമുക്ക് അതിൻ്റെ ഒരു നേക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണുള്ളത്. അപ്പം ഫസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റിൽ 3 അറ്റംപ്റ്റും പ്രിലിംസ് കയറിയിട്ടുണ്ട്. അപ്പം എന്താണ് ആ ഒരു നേക്ക്? നമ്മൾ എങ്ങനെ ചെയ്താലാണ് അത് കയറുക? അപ്പം സാറിന് പറയാവുന്ന പോലെ തന്നെ ഉത്തരം നമ്മളെ മുമ്പിലുണ്ട്. അവർ നമ്മളൊരു പസിൽ തന്നിരിക്കുകയാണ്. ആ പസിൽ നമ്മൾ സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പസിൽ സോൾവ് ചെയ്യുന്നതിന് ചില ട്രിക്കുകളുണ്ട്. ഇപ്പം ഞാൻ അത് എലിമിനേഷൻ ടെക്നിക്കിനെ കുറിച്ചോ മറ്റോ ഒന്നല്ല പറഞ്ഞത്. ഒന്ന് നമ്മുടെ ആ ഒരു ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു കോമൺ സെൻസ്, നമ്മൾ ബേസിക് ടെക്സ്റ്റുകളൊക്കെ വായിച്ച് നമുക്കൊരു ബേസിക് നോളേജ് ആവണ സമയത്ത് ഒരു ഏത് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാലും അത് ഫിറ്റാണോ ഫിറ്റല്ലേ, അവരല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്, ഇന്ന സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറയുന്ന സമയത്ത് അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ്. ആ കോമൺ സെൻസ് ഏതെങ്കിലും എലിമിനേഷൻ ടെക്നിക്ക് ഒന്നുമല്ല. പക്ഷെ നമ്മൾ ഒരുപാട് ടെസ്റ്റ് സീരീസ് ചെയ്ത് നമ്മൾ ഒരുപാട് വായിച്ച്, അല്ലെങ്കിൽ നമ്മൾ ബേസിക് ടെക്സ്റ്റ് ബുക്സ് നമ്മൾ വായിച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ ഒരുപാട് തവണ വായിക്കുന്ന സമയത്ത് നമുക്കുള്ളിൽ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു കോമൺ സെൻസ് ആണ് ആ ഒരു സ്കില്ല് എന്ന് പറഞ്ഞാൽ. ആ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി. ഓക്കെ, അത് എങ്ങനെയായിരുന്നു ഒരു പ്രിലിംസിൻ്റെ ഒരു പ്രിപ്പറേഷൻ? കൂടുതൽ റീഡിംഗ് ആയിരുന്നു, കൂടുതൽ പ്രാക്ടീസ് ആയിരുന്നു, രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്ത് ഏകദേശം ഈക്വൽ ആയിട്ടായിരുന്നു? എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഡിവിഷൻ? ഇപ്പം പലപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പേഴ്സണലിയുള്ള കാര്യം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ടെസ്റ്റ് ചെയ്യൽ ഭയങ്കര പ്രയാസമുള്ള ഒരാൾ. അപ്പം നമ്മളെ തന്നെ സ്വയം ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സാധനമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തത്. അപ്പം ഞാൻ ചെയ്ത കാര്യം കോവിഡിൻ്റെ സമയത്താണ് എനിക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി. അപ്പം ഞാൻ ചെയ്ത് ആദ്യം ഏറ്റവും ടഫായിട്ടുള്ള കാര്യം ചെയ്യാം. അപ്പം രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യത്തെ പരിപാടി ഒരു ടെസ്റ്റ് സീരീസ് ചെയ്യലായിരുന്നു പരിപാടി. അത് ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യും, ചിലപ്പം കംപ്ലീറ്റ് ചെയ്യില്ല. പക്ഷേ ഇവൻ അങ്ങനെയാണെങ്കിൽ പോലും അതൊരു കമ്പൽസറി ആയിട്ട് വെച്ച കാരണത്താൽ ഇത് നിരന്തരമായിട്ട് ആ കോവിഡ് കാലഘട്ടങ്ങളിൽ ചെയ്യുന്ന സമയത്ത് ആ സ്കില്ല് കിട്ടി. ആ സ്കില്ല് കിട്ടിയ വഴിയാണ് ഇപ്പോൾ ടെസ്റ്റ് സീരീസും അതുപോലെ തന്നെ നമ്മൾ റിവിഷനും രണ്ടും ഒരുപോലെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ടെസ്റ്റ് വർക്കൗട്ട് ചെയ്യുന്ന രീതി എങ്ങനെ? ഇപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദ്യം നോക്കുന്നു, ആ ചോദ്യത്തിൻ്റെ ആൻസർ കീ നോക്കുന്നു, എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്, ഒരു ഇവാലുവേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് പ്രിലിംസിൻ്റെ? ഞാനത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 100 ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് തെറ്റുന്ന ചോദ്യങ്ങൾ ചിലപ്പം 50 ക്വസ്റ്റ്യൻ 60 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ 50-40 ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ ഇതിൽ ഇന്ന സാധനം മാത്രമേ വളരെ സെലക്റ്റീവായിട്ട് മാത്രമേ ആൻസർ വായിച്ചു പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഹവേഴ്സ് ചുരുക്കുമായിരുന്നു. ഹവേഴ്സ് ചുരുക്കിയിട്ടാണ് നോക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഞാൻ ഇതിന് നോട്ടൊന്നും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കില്ല. അപ്പം അന്ന് എൻ്റെ കയ്യിൽ നമ്മൾ ഇലക്ട്രോണിക് ഫോണുള്ള കാരണത്തിൽ 2 സ്ക്രീൻ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ഭാഗത്ത് വെക്കും, ആൻസർ കീ ഒരു ഭാഗത്ത്, എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാറാണ് പതിവ്. 2 കാര്യം അതിൽ, ഒന്ന് നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും, പിന്നെ നമ്മൾ വീണ്ടും അത് റിവൈസ് ചെയ്യണമെങ്കിൽ ഫ്ലിപ്പ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യും, റിവൈസ് ചെയ്യാനും പറ്റും. അങ്ങനെയാണ് അവിടുത്തെ ടൈം സേവ് ചെയ്തിരുന്നത്. ഈ വഴിയിലാണ് ഞാൻ ടെസ്റ്റ് സീരീസ് ചെയ്തിരുന്നത്. ആദ്യത്തെ ടെസ്റ്റ് സീരീസ് ഞാൻ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് ആദ്യത്തെ സമയം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുക CSAT എൻ്റെ ലോ സ്കോർ കാരണത്താൽ 64 സംതിങ് ആണ് എൻ്റെ സ്കോർ ഉണ്ടായിരുന്നത്.
ഒന്നാമത്തെ പേപ്പറിൽ എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നു. ആ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ അറൗണ്ട് 113 സ്കോർ എനിക്ക് ഉണ്ടായിരുന്നു. അതിങ്ങനെ ചെയ്തത് കൊണ്ടാണ് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഈ CSAT കാര്യത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതെങ്ങനെയാണ് അത് മാനേജ് ചെയ്തത്? അപ്പം CSAT എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞു, 10ാം ക്ലാസ്സിന് ശേഷം ഞാൻ മാത്സ് തൊട്ടിട്ടില്ല. ഹ്യൂമാനിറ്റീസ് ആയിരുന്നു കംപ്ലീറ്റ്ലി. പക്ഷേ മാത്സിൽ ഇഷ്ടമായിരുന്നു, 10ാം ക്ലാസ് വരെ ഇഷ്ടമൊക്കെ ആയിരുന്നു. പക്ഷേ ഞാനത് തൊട്ടിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് വീക്കായിരുന്നു ആ ഏരിയ. ഞാൻ ചെയ്ത കാര്യം, എൻ്റെ വീക്ക്നെസ് അവിടെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് കിട്ടാവുന്ന മെറ്റീരിയൽസ് എവിടെ. അപ്പം ആ സമയത്ത് ഞാൻ ആദ്യം ചെയ്തത് യൂട്യൂബിൽ കയറിയിട്ട് PSC മാത്സിൻ്റെ ഒരുപാട് സോൾവ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. അത് കുറേ എണ്ണം കണ്ടു. അതിൽ ആവറേജ് പെർസെൻറ്റേജ് പറയുന്ന ഓരോ വീഡിയോസ് ഇരുന്ന് കണ്ട് എൻ്റെ ബേസിക് അതിനെ സ്ട്രോങ് ആക്കി. പിന്നെ കോവിഡ് വന്ന കാരണത്താൽ ഒരുപാട് ക്ലാസ്സുകൾ +1 +2ൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ യൂട്യൂബിൽ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞാൻ അതിൽ ആവശ്യമുള്ള പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ +1 +2ൻ്റെ ക്ലാസ്സുകൾ കണ്ട് അതും ആ ഒരു ബേസിക് സാധനങ്ങൾ ഞാൻ സ്ട്രോങ് ആക്കിയതിന് ശേഷം വീണ്ടും ഞാൻ അവൈലബിൾ ആയിട്ടുള്ള CSAT ക്ലാസ്സുകൾ കണ്ടു. എന്നിട്ട് സ്ട്രോങ് വീണ്ടും പേപ്പർ ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ CSATനെ ഒരിക്കലും ചെറുതായി കണ്ടില്ല. ഒരു പേപ്പറാണോന്ന് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റായിട്ടല്ല കണ്ടത്, അതൊരു എക്സാമായിട്ട് തന്നെ കണ്ടു. പലപ്പോഴും നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ കണ്ടൊരു കാര്യം വെച്ചാൽ നമ്മൾ CSATനെ ഒരു ജസ്റ്റ് ഹിസ്റ്ററി പോലെ ഒരു പേപ്പറായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഒരു എക്സാമാണെന്ന് നിനക്ക് നമ്മളിതിനെ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സീരിയസ്നെസ് കൊടുക്കാത്തൊരു പ്രശ്നമായിട്ട് കാണാറുണ്ട്. അപ്പോൾ അത് ഞാൻ ഒഴിവാക്കിയിട്ട് അതിൽ കംപ്ലീറ്റ്ലി എല്ലാ ദിവസവും നിശ്ചിത സമയം കൊടുക്കുന്ന രൂപത്തിലായിരുന്നു പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, മെയിൻസിലേക്ക് വരാം. അപ്പോൾ മെയിൻസിൽ 2 അറ്റംപ്റ്റിനേക്കാളും ഇത്തവണ മെയിൻസിന് മാർക്ക് കൂടിയിട്ടുണ്ട്. ഒബിയസ്ലി GSനും മാർക്ക് കൂടിയിട്ടുണ്ട്. ഫസ്റ്റിൽ ഇവിടെ മെയിൻസ് ക്ലിയറിലും ഉണ്ടായിരുന്നു. അപ്പം ആക്ച്വലി എന്ത് മാറ്റമായിരുന്നു ഈ കഴിഞ്ഞ അറ്റംപ്റ്റിൽ നിന്ന് ഈ അറ്റംപ്റ്റിലേക്ക് വന്നപ്പം വരുത്തിയത് ആൻസർ റൈറ്റിങ്ങിൽ? അതെങ്ങനെയാണ് ബെനിഫിറ്റ് ചെയ്തെന്ന് തോന്നുന്നത്? അപ്പം ബേസിക്കലി ഇപ്പം ഞാൻ 2 പ്രാവശ്യം ഇവിടുത്തെ മെയിൻസ് ക്ലിയറിനുണ്ടായിരുന്നു. ഐ തിങ്ക് 3 പ്രാവശ്യം 3 മെയിൻസ് ക്ലിയറും ഞാനിവിടെ ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് മെയിൻസ് ക്ലിയറും കുറച്ച് നേരം വൈകിട്ടാണ് വരുന്നത്. അപ്പോഴത്തേക്കും ഇവിടുത്തെ കുറേ പരിപാടികൾക്ക് എനിക്ക് ഫുള്ളി പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. രണ്ടാമത്തേലേക്ക് എത്തുമ്പോൾ എൻ്റെ ഓപ്ഷണൽ മാർക്കിലാണ് കുറവുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഓപ്ഷണൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് GS ഒരു സൈഡായിട്ടാണ് ചെയ്തിരുന്നത്. മൂന്നാമത്തിലെ മനസ്സിലായി ഒന്നും സൈഡാക്കാൻ പാടില്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ മെയിൻ സ്കില്ലറിൽ പ്രത്യേകിച്ച് ശരത് സാർ ആൻഡ് സാറിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് ഒരു ഫ്രെയിം വർക്ക് അപ്രോച്ച് ഉണ്ടായിരുന്നു. അത് എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തൊരു കാര്യം. അതെന്താ വെച്ചാൽ ഞാൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന പല സമയത്തും എൻ്റെ ആൻസർ ഒരു 1 ഡയമെൻഷൻ മാത്രമേ പോകാറുണ്ടായിരുന്നുള്ളൂ. അതിൽ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സുകൾ വരും, അതിൽ കൂടുതൽ ഞാൻ ഡൈവേഴ്സ് ചെയ്യുന്ന രൂപത്തിലാണ് വന്നത്. പക്ഷേ പല ഡയമെൻഷൻസും കുറച്ചും കൂടി ഡൈവേഴ്സ് പോയിന്റ് ഒന്നും കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനത് പ്രാക്ടീസ് ചെയ്തത് സാറിൻ്റെ അടുത്തും അതുപോലെ തന്നെ ശരത് സാറിൻ്റെ അടുത്തും ഇരുന്നിട്ടാണ് അത് പ്രാക്ടീസ് ചെയ്തത്. അതെന്നെ GS പേപ്പറിൽ മാത്രമല്ല, അത് ഓപ്ഷണൽ പേപ്പറിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഫസ്റ്റ് പേപ്പറിൽ തന്നെ 50ഓളം മാർക്കിൻ്റെ പേപ്പർ ഓപ്ഷണൽ പേപ്പറിൽ എനിക്ക് മിസ്സായിട്ട് മീൻസ് ഞാൻ വളരെ ചെറിയ ഷോർട്ട് ടൈമിലാണ് ഞാനത് എഴുതിയിട്ടുള്ളത്. പലപ്പോഴും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് വരെ എനിക്ക് വിടേണ്ടി വന്നിട്ടുണ്ട്. സ്റ്റിൽ എൻ്റെ സ്കോർ എനിക്ക് ഒരു 123 പിടിക്കാൻ പറ്റിയത് ഇങ്ങനെ ഡൈവേഴ്സ് ആയിട്ടുള്ള പോയിന്റുകൾ കൊണ്ടുവന്നുകൊണ്ടാണ്. ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് പേപ്പർ 2ലാണ്, മോഡേൺ ഇന്ത്യ വേൾഡ് ഹിസ്റ്ററിൻ്റെ പാർട്ടിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. അതിൻ്റെ സ്കോർ എനിക്കൊരു 31 മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. 107 മാർക്കിൽ 138 മാർക്കിലേക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയത് ഈ ഒരു ഫ്രെയിം വർക്ക് യൂസ് ചെയ്ത് കുറച്ചും കൂടി ഡൈവേഴ്സ് ആയിട്ടുള്ള ആൻസേഴ്സ് കൊണ്ടുവന്നുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ മെയിൻസ് ക്ലിയറിൻ്റെ സമയത്ത് മീറ്റ് ചെയ്തപ്പോഴാണെങ്കിലും പേപ്പറുകൾ കുറേ കൂടെ അക്കാഡമിക്കലായിട്ടായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു മാറ്റവും വളരെ എത്രയും പെട്ടെന്ന് സിമ്പിളായിട്ട് വായിച്ച് കൊടുത്താലേ മാർക്ക് കിട്ടുള്ളൂ അല്ലേ? അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് സാധനമാണ്. പലപ്പോഴും നമ്മൾ അക്കാഡമിക്കായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് വന്നതാണ്. പേപ്പർ ചെയ്തപ്പോൾ തിസിസ് പേപ്പറുകളൊക്കെ എഴുതുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ കോമേറ്റ് ഒരൊറ്റ സെൻറ്റൻസിൽ തന്നെ ഒരു പാരഗ്രാഫൊക്കെ നമ്മൾ നിറക്കുന്ന ഒരു ബിഹേവിയർ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് UPSC ഒരിക്കലും കോംപ്ലക്സ് ആക്കാൻ വേണ്ടിയിട്ടല്ല സ്റ്റുഡൻസിനെ എടുക്കുന്നത്. പലപ്പോഴും ഈ പ്രശ്നങ്ങളെ സിംപ്ലിഫൈ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ബ്യൂറോക്രാറ്റ്സുകൾ എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ലാംഗ്വേജ് സിംപ്ലിഫൈ ചെയ്യണം. ഏറ്റവും കോമൺ മാനിന് വരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആയിരിക്കണം നമ്മുടെ. ഞാൻ വളരെ എൻ്റെ പ്രോസസ്സ് മുഴുവൻ സിംപ്ലിഫൈ ചെയ്തു. നമ്മൾ ചെറിയ ചെറിയ സെൻറ്റൻസുകളാക്കിയാണ്. സാറ് പറഞ്ഞ ഇൻപുട്ട് ഉണ്ടായിരുന്നു, ഇത്രയും വലിയ സെൻറ്റൻസുകളൊന്നും എഴുതാൻ പാടില്ല. ഞാൻ വളരെ ചെറിയ സെൻറ്റൻസുകൾ എഴുതി, സിമ്പിൾ ലാംഗ്വേജ് എഴുതി. അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സ്റ്റുഡൻസിന്, സാറെന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നവർ കുറേ പോയിന്റുകൾ ഇത് പക്ഷേ
ഇത് എക്സാമിനർ ഇത് മനസ്സിലാകാത്തൊരു കാര്യമാണ്. അപ്പം എനിക്ക് തോന്നി നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ വർഷം കഴിയുമ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക വേണ്ടത്, കൂടുതൽ സിംപ്ലിഫൈ ചെയ്ത് പോകാണ്ട്. അപ്പം പേപ്പർ നോക്കുന്ന ആൾക്ക് എത്രമാത്രം ഈസിനെസ് ഉണ്ടോ അത്രമാത്രം സ്കോർ കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അബ്ദുൽ ഫസലിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഒരു പ്രോസസ് ഓഫ് അൺലേണിങ് കൂടിയാണ് അല്ലേ? നമ്മൾ മാസ്റ്റേഴ്സ് പഠിക്കുമ്പം യൂഷ്വലി അക്കാഡമിക് പേപ്പർ വായിച്ച് അതിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവുക. അപ്പം അതേ രീതിയിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സിവിൽ സർവീസിന് എഴുതേണ്ട എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഒരു ബുജി ലാംഗ്വേജിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത ലാംഗ്വേജിലേക്ക് എത്തുക എന്നുള്ളതാണ് ആ പ്രോസസ്സ്. അങ്ങനെ നോക്കുമ്പോൾ ഹിസ്റ്ററിയാണ് മാസ്റ്റേഴ്സ് വരെ ചെയ്തത്, ഹിസ്റ്ററി തന്നെയാണ് ഓപ്ഷനിലും എടുത്തത്. അപ്പം അത് ഒരു അഡ്വാൻറ്റേജ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് ശരിക്കും എടുത്തിട്ടുണ്ടോ ഈ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക്? അത് അഡ്വാൻറ്റേജ് ആവേണ്ടതായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 അറ്റംപ്റ്റിൽ എൻ്റെ സ്കോർ എന്ന് പറയുന്നത് 228ഉം 232 മാർക്കിലാണ് നിൽക്കുന്നത്. എനിക്കൊരു ഇമ്പ്രൂവ് ചെയ്യാത്തൊരു പ്രധാനപ്പെട്ട കാരണം ഒന്ന് നമ്മുടെ പ്രസൻറ്റേഷൻ സ്കിൽ, ആ ഒരു റൈറ്റിംഗ് പാറ്റേൺ ചേഞ്ച് ചെയ്തതാണ്. അപ്പം അത് എനിക്ക് ബെനിഫിറ്റ് കിട്ടിയത് 3ാമത്തെ അറ്റംപ്റ്റിലാണ് എനിക്കത് ബെനിഫിറ്റ് കിട്ടിയത്. ഈ അറ്റംപ്റ്റിൽ എനിക്കത് ഞാൻ ആ ലാംഗ്വേജ് സ്റ്റൈൽ മാറ്റിയപ്പോൾ നമ്മൾ അവിടെ പഠിച്ചിട്ടുള്ള ഒരുപാട് സ്കോളേഴ്സിൻ്റെ ഒപ്പീനിയനൊക്കെ ഈ സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയപ്പോൾ എനിക്ക് മാർക്ക് കൂടുതൽ കിട്ടിയതായിട്ട് തോന്നുന്നുണ്ട്. പലപ്പോഴും പല ഔട്ട് ഓഫ് ദ ബോക്സ് ക്വസ്റ്റ്യൻസും ഈ മോഡേൺ ഇന്ത്യയിൽ വന്നപ്പോഴും അവിടെ പഠിച്ച കുറേ കാര്യങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതൊരു ബെനിഫിറ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതെ, ആൻസർ റൈറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഫസൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് അതിൻ്റെ ഇപ്പോൾ ഇത് വളരെ തമാശ രൂപേണ ഉണ്ടാക്കിയതാണ്. അപ്പം ഞാനും ഞങ്ങൾ കൂട്ടുകാരുണ്ടായിരുന്നു, ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരുന്നു അനൂപ്, അനൂപ്, അഷ്മിൽ, ഞാൻ, വരുൺ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം ഒരുമിച്ചായിരുന്നു ഇങ്ങനെ ഈ എല്ലാ ദിവസവും ആൻസർ ചെയ്യുന്ന ഇതൊക്കെ ഉണ്ടാകും. എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ഐഡൻറ്റിഫൈ ഞാൻ ലീഡിൽ വന്നിട്ടും അല്ലെങ്കിൽ നമ്മുടെ മെൻറ്റേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഇവർ പ്രശ്നങ്ങളൊന്നും ഇപ്പം എൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് ഞാനൊരു പേര് കൊടുക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒന്ന്, നമ്മൾ ടെസ്റ്റ് സീരീസ് കൃത്യമായിട്ട് ചെയ്യണം. അത് കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കോർ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. രണ്ടാമത്തെ കാര്യം തന്നെ അതിൻ്റെ ആ ഒരു നമ്മൾ എഴുത്തല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ആ ലെജിബിലിറ്റി കാര്യങ്ങളില്ല, പ്രസൻറ്റേഷൻ നന്നായി, വിസിബിലിറ്റി കൂടുതൽ വേണം. ഇൻട്രൊഡക്ഷനും ആ കൺക്ലൂഷനൊക്കെ നന്നായിട്ട് നമ്മളൊരു എന്തെങ്കിലും ഒരു എലമെൻ്റ് അതിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മാർക്ക് കൂടാനുള്ള പോസിബിലിറ്റി കണ്ടിട്ട് അത് ഞാനൊരു നമ്മൾ അറ്റംപ്റ്റിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചാൽ GS2 മാർക്ക് എനിക്ക് കിട്ടാൻ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഞാൻ എപ്പോഴും ഇതൊരു കൺക്ലൂഷന് തൊട്ട് മുമ്പേ നമ്മുടേതായ ഒരു അനലറ്റിക്കൽ പേഴ്സ്പെക്റ്റീവ് അതിന് കൊടുക്കും. ആ ഒരു ഇഷ്യൂവിൻ്റെ ഒരു ബ്രോഡർ പേഴ്സ്പെക്റ്റീവ് നമ്മളെങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഇത് കൊടുക്കാറുണ്ട്. എനിക്ക് ഐ തിങ്ക് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ സ്കോറും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. GS2 മാർക്ക്. ഓക്കെ. അപ്പം ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ഇൻ്റർവ്യൂ. അപ്പോൾ ഇൻ്റർവ്യൂവിൽ 2 അറ്റംപ്റ്റ് കഴിഞ്ഞ് 3ാമത്തെ അറ്റംപ്റ്റിൽ ഇതുപോലെ തന്നെ മെയിൻസിനെ പോലെ തന്നെ ഇൻ്റർവ്യൂവിന് മാർക്ക് കൂടി. ആൻഡ് ഡിഡ് യു ഡു എനിത്തിങ് എക്സ്ട്രാ ദിസ് ടൈം? ഞാൻ എപ്പോഴും UPSC ഒരു മൈൻഡ് ഗെയിമായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ പ്രിലിംസിലാകുമ്പോൾ ഞാൻ എൻ്റെ ഒരു മെൻറ്റാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിലിംസിൽ നമുക്കൊരു 25 മുതൽ 30 ക്വസ്റ്റ്യൻ വരെ തെറ്റിക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ട് എന്നുള്ള മെൻറ്റാലിറ്റിയോട് കൂടിയാണ് എല്ലാ ക്വസ്റ്റ്യൻസിനും ഞാൻ അപ്രോച്ച് ചെയ്യാറുള്ളത്. അപ്പോൾ മെയിൻസിലായി കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ വിടരുത്, എല്ലാത്തിനും നമുക്ക് ഈക്വൽ മാർക്കാണ്, ഈക്വൽ പോയിൻ്റാണ്. അതിന് 7 മിനിറ്റ് ഇതിനും മറ്റേതിനും 7 മിനിറ്റ് കൃത്യതയായിട്ടാണ് കൊടുക്കാറുള്ളത്. ഇൻ്റർവ്യൂവിലേക്ക് വന്ന സമയത്ത് ഇപ്രാവശ്യം കുറച്ച് എൻ്റെ അപ്രോച്ച് വ്യത്യസ്തമായിരുന്നു. ഇപ്രാവശ്യത്തെ അപ്രോച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 പ്രാവശ്യം ഞാൻ പോയപ്പോൾ സമയത്ത് എനിക്കിത് കിട്ടണം എന്നായിരുന്നു ആഗ്രഹം. ഇപ്രാവശ്യം കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ലൊരു ടോക്ക് നടത്തിയിട്ട് വരാം. അവിടെ ഇരിക്കുന്നവർ എക്സ്പേർട്സ് ആണ്, നമ്മളെക്കാളും മുതിർന്ന ആൾക്കാരാണ്. അവരായിട്ട് നല്ല രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സംവാദം നടത്തിയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ഡയലോഗ് നടത്തിയിട്ട് തിരിച്ചു വരിക എന്നുള്ളതായിരുന്നു. അപ്പം അതാണ് ആ ഒരു അപ്രോച്ചിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പം ഇൻ്റർവ്യൂ ഈ അപ്രോച്ചിൽ അപ്പം ഒരു കോൺവെർസേഷൻ പോലെ ബിൽഡ് ചെയ്യാൻ പറ്റുമോ ഇത്തവണത്തെ ഇൻ്റർവ്യൂ? ഇപ്രാവശ്യത്തെ ഭയങ്കര രസകരമായിരുന്നു. ഇപ്പം ഞാൻ കയറി വന്ന ഉടനെ തന്നെ രാജ് ശുക്ല സാറിന് ലെഫ്റ്റനന്റ് ജനറൽ രാജ് ശുക്ല സാറിൻ്റെ ബോർഡായിരുന്നു. അപ്പം പുള്ളിനോട് ചോദിച്ചത് ഹിസ്റ്ററിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും തമ്മിലുള്ള ആ റിലേഷനെ പറ്റി ഒന്ന് സംസാരിക്കാൻ പറ്റിയൊരാളാണ്.
രണ്ടും രണ്ട് ദ്വന്ദ്ങ്ങളിൽ കിടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പറയുന്നത്. സ്റ്റിൽ എങ്കിൽ പോലും നമ്മളത് മാനേജ് ചെയ്യാൻ പറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിനെ തുടർന്ന് പറയുന്നത് ഇതെല്ലാം ഒരു സിവിലൈസേഷൻ്റെ ഭാഗമാണ്. പക്ഷേ സിവിലൈസേഷൻ നമ്മൾ റൈസ് ആൻഡ് ഫാൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യയുടെയും ചൈനയുടെയും റൈസ് ആൻഡ് ഫാൾ എങ്ങനെയാണ്. ഞാനൊന്ന് പുള്ളിയുടെ ഡീറ്റെയിൽഡ് ആയിട്ട് പുള്ളിയുടെ ക്യാരക്ടറും അതുപോലെ തന്നെ ട്വിറ്ററും സോഷ്യൽ മീഡിയ ഹാൻഡിൽസൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഏകദേശം നമുക്ക് ഈ അനലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രെഡിക്റ്റബിൾ ആയിരുന്നു. പിന്നെ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ടിലുള്ള ക്വസ്റ്റ്യൻസുമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ടൈം നമുക്ക് കുറച്ച് ടോക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സും നമ്മുടെ ക്യാരക്ടറും നമ്മുടെ പേഴ്സണാലിറ്റിയും കാണിക്കാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. ഒരു ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്, ലീഡർഷിപ്പ് പൊസിഷനിൽ നിന്നിട്ടുള്ള എൻ്റെ അപ്രോച്ചുകൾ, അതുപോലെ തന്നെ എസൻസ് ഓഫ് ദ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് ചോദിച്ച ചോദ്യങ്ങൾ. പലപ്പോഴും നല്ല ക്രിട്ടിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് അതിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ള അങ്ങനെ ഒരു ഫസലിൻ്റെ കുറച്ചുകൂടെ ലേണിംഗ് സ്ട്രാറ്റജീസ് നമുക്കൊന്ന് കുറച്ച് ക്ലോസ് ആയിട്ടൊന്ന് ചോദിച്ചു നോക്കാം. ആക്ച്വലി ഒരു കമ്പൈലേഷൻ പേഴ്സൺ ആണോ ഒരു ന്യൂസ് പേപ്പർ പേഴ്സൺ ആണോ? ഞാൻ ന്യൂസ് പേപ്പർ വായിക്കും. ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് എല്ലാം അങ്ങനെ പരതി വായിക്കുന്ന ടൈപ്പിൽ പെട്ടതല്ല. സ്കിം ചെയ്ത് പോകും. ഏതിൽ ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസ് ഉണ്ടാണ് അത് മാത്രം വായിച്ചു പോകുന്ന ഇത് പെട്ടതാണ്. പിന്നെ ഇത് കഴിഞ്ഞ ശേഷം കമ്പൈലേഷൻസ് വായിക്കുമ്പോൾ പോലും ഒരൊറ്റ കമ്പൈലേഷൻസിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യാറില്ല. 2-3 കമ്പൈലേഷൻസ് വായിക്കും. പക്ഷെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഞാൻ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. അപ്പം പക്ഷെ ഒന്ന് ഞാൻ റിലയബിൾ സോഴ്സ് ആയിട്ട് വെക്കാറുണ്ട്. ഏതെങ്കിലും ഒരു റെഗുലർലി വായിക്കുമോ ന്യൂസ് പേപ്പർ? എല്ലാ ന്യൂസ് പേപ്പർ പ്രിലിംസ് ടു ഇന്റർവ്യൂ എല്ലാ സ്റ്റേജിലും വായിക്കാറുണ്ട്. ജസ്റ്റ് സ്കിം ചെയ്ത് പോകാം. പലപ്പോഴും എല്ലാം വായിക്കാറൊന്നുമില്ലെങ്കിൽ പോലും പേപ്പർ എല്ലാ ദിവസവും മറിച്ചെടുത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ട് അത് വായിക്കാറുണ്ട്. ഓക്കെ. ഒരു ഹൈലൈറ്റിംഗ് പേഴ്സൺ ആണോ നോട്ട് മേക്കിംഗ് പേഴ്സൺ ആണോ? രണ്ടുമില്ല. എൻ്റെ അടുത്തത്തിൽ ഹൈലൈറ്റ് ചെയ്യാറില്ല. ഞാൻ ഇതൊന്ന് നോട്ട് മേക്കിങ്ങും ചെയ്യാറില്ല. ഓക്കെ. മെൻ്റലി ഇങ്ങനെ നമ്മൾ അത് ഒരു ചിന്തിക്കുകയാണ് അതിൽ ഇട്ട് വെക്കാറാണ് പതിവ്. ഓക്കെ. ഇന്നലെ നമ്മൾ കുറേ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കുറേ സാധനങ്ങൾ ഉണ്ടാവില്ലേ? പരീക്ഷയ്ക്ക് അടുത്ത് പോകുമ്പം ചിലപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് കോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം പ്രിലിംസ് എഴുതാൻ പോകുമ്പോൾ ചില ടേംസ് ഓർത്തിരിക്കുക, അതൊക്കെ എന്ത് ചെയ്യും? ഇപ്പം ഞാൻ അത് പറയുന്ന സമയത്ത് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യേണ്ട കാര്യമുണ്ട്. ഇപ്പം സ്റ്റാറ്റിൻ്റെ വിഷയം ഒരു നോട്ട് ഉണ്ടായിരുന്നു. രണ്ടാമത് എന്നെ ഹെൽപ്പ് ചെയ്തൊരു കാര്യം വെച്ചാൽ എനിക്ക് തോന്നുന്നത് ലീഡ് സാറിനെ തന്നെയാണെന്ന് തോന്നുന്നത് ന്യൂസ് പേപ്പർ കമ്പൈലേഷൻസിൻ്റെ ഒരു സീരീസ് ഓഫ് സെഷൻസ് ഉണ്ടായിരുന്നു. ഞാനത് കംപ്ലീറ്റ്ലി ഇരുന്ന് കേട്ടിട്ടുണ്ട്. കാരണം എനിക്ക് കറണ്ട് അഫയർ സെഷൻ വാല്യൂ അഡീഷൻസിന് വേണ്ടിയിട്ട് പലപ്പോഴും പല ക്വസ്റ്റ്യൻസും അതിന് നേരിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഐ തിങ്ക് എൻവിയോൺമെന്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് അന്നത്തെ ഷീറ്റുകളാണ്. ആ ഷീറ്റുകളാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തത്. അപ്പം ഇങ്ങനെ സാധനങ്ങൾ സാമാന്യം നല്ല മെമ്മറി പവർ ഉണ്ടാവൂല്ലേ? ഇല്ല, അങ്ങനെ എൻ്റെ ഒരു വിശ്വാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ക്രിട്ടിക്കൽ മൊമെന്റിൽ എൻ്റെ ബോഡി തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതെല്ലാം ഓർത്ത് വെക്കാം. അപ്പം ഞാൻ എവിടെയെങ്കിലും വായിച്ചതാണെങ്കിൽ പോലും ആ ക്രിട്ടിക്കൽ മൊമെന്റ് എനിക്ക് ആവശ്യമുള്ള ആ മൊമെന്റ് ഇപ്പോൾ സാധാരണ ഞാൻ നടന്നു പോകുമ്പോൾ ചോദിച്ചാൽ കിട്ടില്ലെങ്കിൽ പോലും എനിക്ക് അത്യാവശ്യം വരുന്ന ആ ക്രിട്ടിക്കൽ മൊമെന്റിൽ എനിക്ക് ഫാക്റ്റ് ആയാലും കാര്യങ്ങൾ കിട്ടാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. എല്ലാം പ്ലാൻ ചെയ്ത് വൃത്തിക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന ആളാണോ അതോ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് പോകുന്ന ആളാണോ? ഞാൻ ഒരിക്കലും പ്ലാനിങ് ഉണ്ട്. ഞാൻ ഭയങ്കര നമ്മൾ ബ്രോഡ്ലി പ്ലാൻ ചെയ്യുന്ന ആളാണ്. ഇപ്പം മണ്ടേക്കകം ഇത് ചെയ്യണം, അല്ല ഇന്ന ഡേറ്റിനകം ഇന്നത് ചെയ്ത് തീർക്കണം, അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്ത് വെക്കാറില്ല. എൻ്റെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചൻ്റെ ഉള്ളിൽ ഇന്ന സബ്ജക്റ്റുകൾ ഇത്ര പ്രാവശ്യം റിവൈസ് ചെയ്ത് തീർക്കണം. അത് ഇന്ന സമയത്ത് പഠിക്കണമെന്ന് പോലും ഞാൻ വെക്കില്ല. എനിക്ക് ഇഷ്ടമുള്ള ബുക്കുകൾ ആ സമയത്ത് ഞാൻ വായിക്കും, ഇഷ്ടമുള്ളത് വായിച്ചു. പക്ഷേ ഈ സമയത്തിൻ്റെ ഉള്ളിൽ ഈ ബ്രോഡ് പീരീഡിൻ്റെ ഉള്ളിൽ ഇത് തീർക്കണം എന്നുള്ള പ്ലാനിങ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഒരു സോളോ സ്റ്റഡി പേഴ്സൺ ആണോ ഗ്രൂപ്പ് സ്റ്റഡി പേഴ്സൺ ആണോ? പഠിക്കുന്ന സമയത്ത് സോളോ ആയിട്ടാണ് പഠിക്കാറ്. എന്നെ പറ്റി പലപ്പോഴുള്ള പരാതി എന്താ വെച്ചാൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഇവിടെയുള്ള ആരെയും ഒന്നും മൈൻഡ് ചെയ്യാറില്ല എന്നുള്ളൊരു പരാതി പലപ്പോഴും കേൾക്കാറുണ്ട്. ഞാൻ അങ്ങനെയുള്ള പേഴ്സണൽ അല്ല. പക്ഷെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ ഫോക്കസ് ചെയ്ത് പഠിക്കുക. പക്ഷെ നമ്മൾ ടെസ്റ്റ് സീരീസ് ചെയ്യുക അല്ലെങ്കിൽ ഇത് ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ എപ്പോഴും ഗ്രൂപ്പായിട്ടാണ് ചെയ്യാറുള്ളത്. ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്തിട്ടില്ല. എക്സെപ്റ്റ് പ്രിലിംസ് ടെസ്റ്റ് സീരീസ് വെച്ചിട്ട് ബാക്കിയുള്ള ഒന്നും ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ മെയിൻസ് ടെസ്റ്റ് സീരീസ് ആവട്ടെ, ഇൻ്റർവ്യൂ ഇതാവട്ടെ. ഇപ്പോൾ ഇൻ്റർവ്യൂവിനൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഭരത് അവരെ പാർവതി അടക്കമുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഡിജിറ്റൽ റീഡിംഗ് ആണോ അതോ പേപ്പർ വൈസ് റീഡിംഗ് ആണോ? ഞാൻ ഡിജിറ്റൽ റീഡിംഗ് ആണ്
അതാണ് കുറച്ചും കൂടി എളുപ്പം. കാരണം അത് നമുക്ക് അഡീഷനും വാല്യൂ അഡീഷനും എല്ലാം ചെയ്യാൻ പറ്റും. പേപ്പറാണെങ്കിൽ ആദ്യം മുതൽ വീണ്ടും എഴുതണം. എന്തെങ്കിലും ഡിജിറ്റൽ നോട്ട് മേക്കിംഗ് ടൂൾസ് അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഈ പരീക്ഷയുടെ തലേ ദിവസങ്ങൾ അല്ലെങ്കിൽ ആ തലേ ആഴ്ച യൂഷ്വലി എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്? വാട്ട് ഡിഡ് യു ഡു ഇൻ പ്രിലിംസ്, മെയിൻസ്? അതിൽ എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാനുണ്ട്. അപ്പം ആദ്യത്തെ 2 ഇതിലും ഞാൻ ഭയങ്കരമായിട്ട് ആൻസൈറ്റി, കാരണം നമ്മൾ കുറേ പഠിച്ച് എന്താണ് നാളെ സംഭവിക്കാൻ പോകുക എന്നുള്ളൊരു നമുക്കൊരു ആൻസൈറ്റി ഉണ്ടാവില്ല. ആ ആൻസൈറ്റി കുറച്ച് ചിലപ്പം ഉറക്ക് കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു. പിന്നെ എനിക്കിത് മനസ്സിലായത് നമ്മളൊരു നമ്മൾ സ്ട്രോങ് ആവേണ്ട ഒരു സാധനമാണ്. മെൻ്റലി പ്രിപ്പയർ ചെയ്ത സമയത്ത് അതിനെ ഓവർകം ചെയ്യാൻ പറ്റി എന്നുള്ളത്. നമ്മൾ യൂഷ്വലി നമ്മൾ ടെസ്റ്റ് സീരീസ് ചെയ്ത് ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വേറൊരു അനദർ ഡേ ഫോർ അനദർ മോക്ക് ടെസ്റ്റാണ്, അല്ലാതെ അതിനപ്പുറത്തേക്ക് വരില്ല. അപ്പം നമുക്ക് ഒരുപാട് ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്തിട്ടായിരിക്കില്ല നമ്മൾ എക്സാം ഹാളിലേക്ക് പോകേണ്ടാവും. സ്വപ്നഭാരവും അല്ലെങ്കിൽ ഫാമിലിയുടെ പ്രഷറോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ സിമ്പിളായിട്ട് എക്സാം എഴുതി വരികയാണെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് വേണ്ടിയുള്ളൂ. ഓക്കെ. ഈ പ്രിപ്പറേഷനിലേക്ക് ഈ സക്സസ്സിലേക്ക് നയിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു സ്കൂളിലും കോളേജിലൊക്കെ നമ്മൾ പിക്ക് ചെയ്ത ചില സ്കിൽ സെറ്റുകൾ, ഹാബിറ്റ്സ് ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇറ്റ്സ് നോട്ട് ആൻ ഔട്ട്കം ഓഫ് just 2 or 3 years of preparation, but like everything that you have done in your life might have contributed to the success. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രിപ്പറേഷൻ്റെ കാലയളവിൽ ഈ സ്ട്രാറ്റജിക്ക് അപ്പുറത്തേക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഫസലിനെ ഈ സക്സസ്സിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക? അപ്പം ഒന്നാമത് എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയായിരുന്നു ഞാൻ. ഗ്രാജുവേഷൻ സമയത്ത് ഒരുപാട് പുസ്തകങ്ങൾ ആ സമയത്ത് വായിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. അതൊന്നാമത് എനിക്ക് ഇഷ്ടം ജനറേറ്റ് ചെയ്ത എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പീർ ഗ്രൂപ്പ് എനിക്ക് ജനറേറ്റ് ചെയ്ത ഇൻട്രസ്റ്റ് ആണത്. അതുപോലെ തന്നെ അന്ന് ഒരുപാട് എഴുതാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കഥകളായാലും കവിതകളായാലും എഴുതാൻ ശ്രമിച്ചു. അത് പലപ്പോഴും നമ്മൾ ഹോബി ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസിലി ഫില്ല് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പോയട്രി ആയാലും അതിന് ക്വസ്റ്റ്യൻ നമുക്ക് ഇൻ്റർവ്യൂവിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്പീച്ച്, റീഡർഷിപ്പ് ക്വാളിറ്റീസ് ആയാലും ഇതൊക്കെ നമ്മൾ അവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ ഇവിടെയും യൂസ് ചെയ്യാനുള്ളത്. അതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മീൻസ് ബേസിക്കലി നമ്മുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് അതാണ് അവിടെ കൾട്ടിവേറ്റ് ചെയ്ത കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനുള്ളത്. ഐ തിങ്ക് യു സ്റ്റാർട്ടഡ് ഇൻ 2020. ഓക്കെ. അപ്പോൾ കോവിഡിൻ്റെ ഒരു ടൈമായിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ വെരി ഡിഫിക്കൽട്ട് ടൈംസ് പഠനത്തെ സംബന്ധിച്ചാണെങ്കിലും. പിന്നെ ഓരോ തവണയും പരാജയപ്പെടുമ്പോൾ, അതായത് മെയിൻസ് പരാജയപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് കൂടെ കടന്നു പോയിട്ട് പിന്നെയും എഴുതേണ്ടൊക്കെ വരുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പം ഇൻ ദ ലാസ്റ്റ് 4 years വാട്ട് കെപ്റ്റ് യു ഗോയിങ്? ഒന്നാമത് നമ്മുടെ ആഗ്രഹം ജെന്യുവൻ ആവുക എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ ആ ഒരു സ്വപ്നം എപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫൈറ്റിംഗ് സ്പിരിറ്റ് നമ്മളവിടെ ഉണ്ടായിരിക്കും. ഇപ്പം ലാസ്റ്റ് സാറിന് അറിയാൻ പറ്റും, ലാസ്റ്റ് 2 വർഷമായിട്ട് പ്രിലിംസിൻ്റെ തൊട്ട ഒരു 5 ദിവസം മുമ്പാണ് നമുക്ക് റിസൾട്ട് വരും. നമ്മുടെ പേര് അതിലില്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടം തോന്നും. സ്വാഭാവികമായിട്ട് സങ്കടം തോന്നും. നമ്മൾ ഭയങ്കരമായിട്ട് ഫോളിലാണ് ചെയ്യുക. പക്ഷെ അവിടെ നിന്ന് റീകൂപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതൊന്ന് നമ്മുടെ ഓഫ് കോഴ്സ് നമ്മൾ ആ സിൻസിയറിറ്റിയാണ്, നമ്മൾ ആ നമ്മുടെ സ്വപ്നത്തോട് നമ്മൾ കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ടിനോട് നമ്മൾ കാണിക്കുന്ന സിൻസിയറിറ്റിയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സപ്പോർട്ടിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ, പ്രിയപ്പെട്ടവർ നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു വലിയൊരു ഫാക്ടറാണ്. നമുക്ക് വീണ്ടും ഓടാനുള്ളൊരു എനർജിയാണ്. ഇപ്പം ഈവൻ ഞാനിത് ക്വിറ്റ് ചെയ്യാൻ വേണ്ടി, ഇപ്പം എനിക്ക് ഇതിനിടയിൽ PSCയുടെ ഒരു കോളേജിയറ്റ് എക്സാം പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇനിയിപ്പം അതിലേക്കൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് ഇത് മെല്ലെ സൈഡാക്കിയാലോ എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ വീണ്ടും നീ ഇത് എഴുതണം, ഇത് നീ അറ്റംപ്റ്റ് തീരുന്നത് വരെ എഴുതണം എന്ന് പറഞ്ഞത് ഉമ്മയാണ്. അപ്പം ഉമ്മനോട് പറഞ്ഞു അത് ഇനി എഴുതുന്നില്ല എന്ന് പറഞ്ഞാൽ ഇല്ല, ഇത് തീരുന്ന വരെ എഴുതണം എന്ന് എന്നെ കൊണ്ട് വീണ്ടും എഴുതിപ്പിച്ചതും ഞാൻ വീണ്ടും ഈ അറ്റംപ്റ്റ് എഴുതുന്നതൊക്കെ ഉമ്മ കാരണം കൊണ്ടാണ് എഴുതണം. അപ്പം അങ്ങനെയുള്ള മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് വീണ്ടും ഇതാക്കാനുള്ള ഒരു സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു ഡ്രീം ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവരോട് ആക്ച്വലി ഫസലിന് എന്താ പറയാനുള്ളത്? ബേസിക്കലി ഇപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങുന്ന ഒരാൾ ബേസിക്കലി ഇതിനൊരു റോഡ് നോട്ട് ടേക്കണല്ല, റോഡ് ടേക്കണം. ഓൾറെഡി കുറേ ആളുകൾ പരീക്ഷിച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരു ടേക്കണായിട്ടുള്ള റോഡ് ഇവിടെ ഉണ്ട്. ആ റോഡിലൂടെ നമ്മൾ പോകാൻ വേണ്ടി ശ്രമിക്കുക. റോഡ് നോട്ട് ടേക്കണിലേക്ക് പോയാൽ ചിലപ്പം മേ ബി സക്സസ്ഫുൾ ആവും, മേ ബി സക്സസ്ഫുൾ ആയിരിക്കില്ല. അപ്പോൾ അതിന് ഗൈഡ് ചെയ്യാൻ പറ്റിയ മെൻറ്റേഴ്സ് ഉണ്ട്, ഗൈഡ് ചെയ്യാൻ പറ്റിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, അല്ലെങ്കിൽ സെൽഫ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിട്ട് നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതോടുകൂടി നമ്മുടെ ലൈഫും കൂടി നമ്മൾ എക്സ്പ്ലോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും.
എനിവേ കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. ഇറ്റ് വാസ് നൈസ് ടു ടോക്ക് ടു യു. താങ്ക് യു സോ മച്ച്. Lead IAS, crafted by the toppers.